പ്രിയമുള്ള സുഹൃത്തുക്കളെ, നവോത്ഥാന കാലഘട്ടത്തിലെ നാടകാചാര്യനും സിനിമാ നടനുമായ അന്തരിച്ച ഭരത് പി ആന്റണി എഴുതിയ സോക്രട്ടീസ് എന്ന നാടകം ഞാൻ ഏകാഭിനയത്തിലൂടെ ശബ്ദലേഖനം ചെയ്യുകയാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് അന്യം വന്നുപോയ നാടകവേദിയും നാടകക്കൂട്ടായ്മയും ദുഃഖത്തോടെ സ്മരിച്ചുകൊണ്ടും ഭ്രമാത്മകമായ ഒരു കാലഗതിയിൽ നിന്നുകൊണ്ടും ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഞാൻ തന്നെ ശബ്ദം നൽകിയും അഭിനയിച്ചും നിർവഹിക്കുകയാണ്. ക്രിസ്തുവിന് 300 വർഷം മുമ്പ് ഗ്രീക്കിലെ ഏതൻസിൽ ജനിച്ച തത്വജ്ഞാനിയായിരുന്ന സോക്രട്ടീസും അനുയായികളും എതിരാളികളുമാണ് ഈ നാടകത്തിലെ ഇതിവൃത്തം. സത്യം പറഞ്ഞു നടന്നതിന് ഗ്രീക്ക് കോടതിയും ജനങ്ങളും ചേർന്ന് സോക്രട്ടീസിനെ 60 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിഷം കൊടുത്തു കൊന്നു. സത്യം പറയുന്നവന്റെ സ്ഥിതി ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. മാന്യ ശ്രോതാക്കൾക്ക് സോക്രട്ടീസ് നാടകത്തിന്റെ ശബ്ദരേഖ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്നേഹപൂർവ്വം അറിയിച്ചാലും. നിങ്ങളുടെ സുരേന്ദ്രൻ പെരിഞ്ചേരി, PO പെരിഞ്ചേരി, തൃശൂർ 680 306. മൊബൈൽ നമ്പർ 93 88 62 12 49. ആരാണെന്ന്? ഞാനാണ് ഇവഗോൺ. മനസ്സിലാകുന്നില്ലേ? എന്തു പറ്റി ഇവഗോൺ? എന്റെ അമ്മാവൻ ഒരടിമയെ തല്ലിക്കൊല്ലാറാക്കിയിട്ടിരിക്കുന്നു. എന്താണതിന് കാരണം ഇവഗോൺ? ഈ അടിമ ഗ്രാമത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോഴേ എന്റെ അമ്മാവൻ ഗ്രാമത്തിൽ പരിശോധനയ്ക്ക് ചെന്നപ്പോ അവൻ ജോലി സ്ഥലത്ത് കിടന്നുറങ്ങുകയായിരുന്നു. അമ്മാവന് പെട്ടെന്ന് ദേഷ്യം വന്നു. അവനെ പിടിച്ചു കെട്ടി വീട്ടിൽ കൊണ്ടുവന്നു. അതിന് ഇവാഗോൺ ഇത്ര പേടിക്കാൻ എന്താണുള്ളത്? അടിമകൾ തെറ്റ് ചെയ്താൽ തല്ലുക സാധാരണമല്ലേ? പക്ഷേ ഈ തല്ല് കുറച്ചു കൂടിപ്പോയി. ചാകട്ടെ, അതിന് പേടിക്കാൻ എന്തിരിക്കുന്നു? അടിമകളെ തല്ലിക്കൊള്ളാനുള്ള അധികാരം യജമാനന്മാർക്കുള്ളതല്ലേ ഇവാഗോൺ? ശരിയാണ് കല്യാസ്. എങ്കിലും ഈ അടിമ അമ്മാവന്റെ സ്വന്തമല്ല, മറ്റൊരാളുടെ പക്കൽ നിന്ന് വായ്പ വാങ്ങിയതാണ്. അതുകൊണ്ട് അവന്റെ യജമാനൻ എന്റെ അമ്മാവനെ വിചാരണ ചെയ്തേക്കുമെന്നാണ് എന്റെ ഭയം. അതിന് ഈ രാത്രിയിൽ നീ എങ്ങോട്ട് പോകുന്നു? ഏതെങ്കിലും അറിവുള്ളവരോട് ചോദിച്ചാലല്ലേ അവ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല ഇവാഗോൺ. അതിനേക്കാളൊക്കെ നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തരാം ഇവാഗോൺ. പറയൂ കല്യാസേ, എന്താണ്? പറഞ്ഞു തരൂ കല്യാസ്. നീ ഡൽഹിയിൽ പോയിട്ടേ അവിടുത്തെ വെളിച്ചപ്പാടിനോട് ചോദിക്കേ, വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഡൽഹിയിലെ വെളിച്ചപ്പാടിനെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്, പക്ഷേ അത് വളരെ ദൂരെയല്ലേ ഇവാഗോൺ. എന്നാലൊരു കാര്യം ചെയ്യ്, യുദൈഫ്രോണിനെ കണ്ടു ചോദിക്കേ. അയാളും ദൈവത്തെ പോലെയുള്ള ഒരാളാണല്ലോ. കല്യാസേ, യുദൈഫ്രോണിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അയാൾക്ക് ക്രിക്കാണെന്ന് എൻ്റെ അച്ഛൻ പറയാറുണ്ട്. അയാൾ നിയമസഭയിൽ നിന്നുകൊണ്ട് എന്തെല്ലാം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് വല്ലതും ഉണ്ടായോ? തന്നെയുമല്ല, യുദൈഫ്രോൺ ഇപ്പോൾ ഇവിടെ ഇല്ല, ഡിലോസിലേക്ക് പോയിരിക്കുകയാണ്. മെലിയാസ് ദാ വരുന്നുണ്ട്, കല്യാസ് വരുന്നുണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്? അത് ചോദിക്കാൻ നീ ആരാ? അല്ല, സ്നേഹവും പരിചയവും ഉള്ളത് കൊണ്ട് ചോദിച്ചതാണ്. നിന്നോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല മെലീസ്. എന്താ, ഞാൻ ഏതൻസുകാരനല്ലേ? അല്ലേ മെലീറ്റസ്? ഏതൻസിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിന്നെ അറിയിച്ചു കൊള്ളണമെന്നുണ്ടോ? നീ ആരാ? രാജാവായ ആർക്കോണോ? ഓ കല്യാസേ, ഞാൻ രാജാവല്ല. ശരി, ഞാൻ പോയേക്കാം.
ഞാൻ രാജാവായ ആർക്കോണല്ലേ? മിലിറ്റസ്, അതാ സോക്രട്ടീസ് വരുന്നുണ്ട്. നീ പറഞ്ഞ കാര്യത്തെപ്പറ്റി നമുക്ക് സോക്രട്ടീസിനോട് ചോദിക്കാം. അദ്ദേഹം വലിയ അറിവുള്ള ആളാണല്ലോ, ചിലപ്പോൾ എന്തെങ്കിലും വഴി പറഞ്ഞു തരൂ. നല്ലത്. ഒരു ചെറിയ സഭയാണല്ലോ, കല്യാസും യുവാഗോണും മെലിയാസ്യാസും. സഭയിൽ എന്താണ് വിഷയം? ലോകത്തിന് ഉപകാരമുള്ള എന്തെങ്കിലുമാണോ? അതോ ഒരു അർത്ഥവുമില്ലാത്ത വെടിപറച്ചലോ? അതുമല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചുള്ള പരദൂഷണമാണോ? എനിക്കും കൂടി കേട്ടു മനസ്സിലാക്കാൻ വല്ലതുമുള്ള കാര്യമാണോ? പറയൂ, എന്താണ് വിഷയം? സോക്രട്ടീസോട് കേൾക്കേണ്ട കാര്യമാണിത്. ഒരു വലിയ പ്രശ്നമുണ്ടായിരിക്കുന്നു. അത്ര വലിയ പ്രശ്നമാണെങ്കിൽ കേൾക്കുക തന്നെ വേണം. ഇവാഗോണിന്റെ പ്രശ്നമാണ് സോക്രട്ടീസ്. എന്താണ് കാര്യം ഇവാഗോൺ? പറയൂ ഇവാഗോണ്. എൻ്റെ അമ്മാവൻ ഒരടിമയെ തല്ലിക്കൊല്ലാറാക്കിയിട്ടിരിക്കുന്നു. അതിൻ്റെ ഭവിഷ്യത്തുകളെ പറ്റി അറിയണം. എൻ്റെ അമ്മാവൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുകൂടി അറിയണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. പലതിൻ്റെയും തെറ്റും ശരിയും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ അലഞ്ഞു നടക്കുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, കാലം കടന്നു പോകും തോറും എനിക്ക് അത്തരം കാര്യങ്ങളിലുള്ള സംശയങ്ങൾ വർദ്ധിച്ചു വരുന്നതേയുള്ളൂ. ഒന്നും തന്നെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വേണം പറയാൻ. പക്ഷേ ഇക്കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല. ഒരാൾ മറ്റൊരാളെ തല്ലിക്കൊല്ലുന്നു. അത് തെറ്റു തന്നെയല്ലേ സോക്രട്ടീസ്? ഒരു പക്ഷേ അത് തെറ്റു തന്നെയായിരിക്കാം. എനിക്ക് ചില സംശയങ്ങൾ. എന്താണ് സോക്രട്ടീസ്? പറയൂ, എന്താണ്? അങ്ങക്ക് എന്താ സംശയം? കൂടുതൽ ശ്രേഷ്ഠത ആർക്കാണ്? നമുക്കോ ദൈവങ്ങൾക്കോ? കൂടുതൽ ശ്രേഷ്ഠത ദൈവങ്ങൾക്കാണ്. അത് തീർച്ച തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ നാം ചെയ്യുന്ന തരത്തിലുള്ള തെറ്റുകൾ ദൈവങ്ങൾക്ക് ചെയ്യാമോ? ഉദാഹരണത്തിന്, ഇവാഗോണിന്റെ അമ്മാവൻ ചെയ്ത തരത്തിലുള്ള ഒരു കൃത്യം ദൈവങ്ങൾ ചെയ്താൽ അത് ശരിയായിരിക്കുമോ? ഒരിക്കലും ശരിയാവില്ല. അത് തെറ്റ് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവങ്ങൾ തമ്മിൽ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും കൊല്ലുകയും മറ്റും ചെയ്യുന്ന കഥകൾ നാം ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്. നിങ്ങളും അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ശരിയാണ്, അത്തരം കഥകൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കേണ്ടവരായി ദൈവങ്ങൾക്ക് തമ്മിൽ കലഹിക്കാമെങ്കിൽ മനുഷ്യർക്കും അതായിക്കൂടെ? അത് ശരിയാ അല്ലടാ. എന്തത്? സോക്രട്ടീസ് പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. അപ്പോൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കൊന്നോട്ടെ എന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. എന്തെങ്കിലും പഠിക്കാൻ കഴിയും എന്ന ആഗ്രഹത്തോടു കൂടി. സോക്രട്ടീസ് ദൈവങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. മെലീറ്റസ് എന്നു പേരായ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. സോക്രട്ടീസ് അയാളുമായി പരിചയപ്പെട്ടോ? ഇല്ല. എവിടത്തുകാരനാണ്? പിത്തീസ് ദേശക്കാരനാണ്. ഓഹോ, എന്താണ് അയാളുടെ സവിശേഷത? അയാൾ ഇതുപോലെ ദൈവങ്ങളുടെ ഒരു കഥ പറഞ്ഞു. എന്തായിരുന്നു ആ കഥ? ഒരു ദൈവം ആ ദൈവത്തിൻ്റെ തന്നെ 2 മക്കളെ പിടിച്ചു തിന്നുകളഞ്ഞുവെന്ന്. നിങ്ങൾക്കത് അറിഞ്ഞുകൂടെ? വിശദമായിട്ട് പറഞ്ഞു തരൂ സോക്രട്ടീസ്. അതെ, ഞങ്ങൾക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട് സോക്രട്ടീസ്. നമ്മുടെ ദൈവങ്ങളിൽ ഉത്തമനും ഏറ്റവും നീതിമാനുമാണല്ലോ സിയൂസ്. അതെ. അതെ.
ആ ദൈവത്തിൻ്റെ അച്ഛനാണ് ക്രോണോസ്. ഈ ക്രോണോസ് ദൈവം തൻ്റെ 2 കുഞ്ഞുങ്ങളെ വളരെ ക്രൂരമായ രീതിയിൽ കൊന്നു തിന്നു കളഞ്ഞു. അയ്യമേ, എന്നിട്ട് ആ കുറ്റത്തിന് സിയൂസ് ദൈവം തൻ്റെ അച്ഛനായ ക്രോണോസ് ദൈവത്തെ പിടിച്ചുകെട്ടി എന്നാണ് കഥ. ഇത് നേരാണോ സോക്രട്ടീസ്? നിങ്ങൾക്കെന്തു തോന്നുന്നു? നേരായിരിക്കണമല്ലോ. അതെ അതെ, ദൈവത്തിൻ്റെ കഥയല്ലേ. ശരി, ഇനി എനിക്കൊന്നറിഞ്ഞാൽ കൊള്ളാം. ദൈവം 2 മക്കളെ കൊന്നു തിന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞു കൂടുതൽ ശ്രേഷ്ഠത ദൈവങ്ങൾ കാണും. ഇപ്പോൾ പറഞ്ഞ ദൈവങ്ങളുടെ കഥ കേട്ടപ്പോൾ എന്തു തോന്നുന്നു? കൂടുതൽ ശ്രേഷ്ഠത മനുഷ്യർക്കാണെന്ന്. അപ്പോൾ ദൈവങ്ങളെ ആവശ്യമില്ലെന്നാണോ സോക്രട്ടീസ്? എന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ എനിക്കറിയാൻ പാടില്ലാത്തവയും സംശയമുള്ളവയുമായ കാര്യങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് ഓരോന്ന് ചോദിക്കുന്നു, എന്തെങ്കിലും പഠിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട്. സോക്രട്ടീസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ. ദാ വരുന്നുണ്ട്, മെലിറ്റസ് വരുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അദ്ദേഹം വരുന്നു. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും സോക്രട്ടീസിനെ എനിക്കറിയാം. എൻ്റെ പേര് മെലിറ്റസ്, എൻ്റെ ദേശം പെത്തീസ്. ഇവാഗോൺ എന്നോട് പറഞ്ഞു. പരിചയപ്പെടാനും ഇട വന്നല്ലോ. സന്തോഷമുണ്ട് സഹോദര. ചില കാര്യങ്ങൾ സോക്രട്ടീസിനോട് പറയണമെന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ തന്നെ പറഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഈ ചെറുപ്പക്കാരുടെ മുൻപിൽ വെച്ച് തന്നെ അത് പറയുന്നതായിരിക്കും ഉത്തമം. പറയാമല്ലോ മെലിറ്റസ്. എന്നോട് വിരോധം തോന്നരുത്. എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞേ തീരൂ. അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിരോധമുണ്ടാകുമോ ഇല്ലയോ എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നത് ഭീരുത്വമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. പറയുന്നതിൽ മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. എന്നാൽ പറയാം. സോക്രട്ടീസ് പ്രായം ചെന്നൊരാളാണ്. ഇത് പറയാനാണോ ഇത്രയും വിരോധം തോന്നരുതെന്ന് പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. ശരി, ഞാൻ കേൾക്കാൻ സന്നദ്ധനായിരിക്കുന്നു. കുറെ ലോകപരിചയം സിദ്ധിച്ചയാളെന്ന നിലയിൽ ചെറുപ്പക്കാരെ ഉത്തമമായ മാർഗത്തിലൂടെ നയിക്കാനുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുള്ളത് സോക്രട്ടീസ്. അതിനു പകരം നിങ്ങൾ അവർക്ക് തെറ്റായ മാർഗമാണ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. സ്നേഹിത, അങ്ങനെ വെറുതെ പറഞ്ഞു പോയത് കൊണ്ടായില്ല. വ്യക്തമാക്കണം. ഉത്തമമായ മാർഗം ഏതാണെന്നും തെറ്റായ മാർഗം ഏതാണെന്നും നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണം. നല്ലതിൽ വണ്ണം മനസ്സിലാക്കി തരാം. ദൈവങ്ങളുടെ നേർക്ക് ചെറുപ്പക്കാർക്കുള്ള ഭക്തി ഇല്ലാതാക്കി അവരെ പാപത്തിലേക്ക് നയിക്കാതെ പുണ്യമാർഗത്തിലേക്ക് തിരിച്ചുവിടണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ഒരാൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന്, ചെറുപ്പക്കാരെ പുണ്യത്തിലേക്കോ പാപത്തിലേക്കോ നയിക്കണമെങ്കിൽ പുണ്യവും പാപവും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പുണ്യത്തെപ്പറ്റി മാത്രമെങ്കിലും പറഞ്ഞു തന്നാൽ മതി. ചെറുപ്പക്കാരെ നയിക്കേണ്ടത് പുണ്യത്തിലേക്കാണല്ലോ. പുണ്യം എന്താണെന്ന് സോക്രട്ടീസിന് അറിയാൻ പാടില്ലേ? അറിയാമെങ്കിൽ ഞാൻ ചോദിക്കുമോ? ഒന്നുകിൽ നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണ്, അല്ലെങ്കിൽ സ്നേഹിത,
ആരെയെങ്കിലും പരിഹസിക്കുക എന്നുള്ളത് എന്റെ ജോലിയല്ല. പുണ്യം എന്താണെന്ന് സോക്രട്ടീസിന് അറിയാമെങ്കിലും അറിയാൻ പാടില്ലെങ്കിലും നിങ്ങൾക്കറിയാവുന്നത് പറയണം.